സങ്കീർത്തനം 10-ാം വചനം. നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയയും ഹൃദയ പരമാർത്ഥികൾക്ക് നിന്റെ നീതിയും ദീർഘമാക്കണമേ. ഹല്ലേലൂയ. നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയയും ഹൃദയ പരമാർത്ഥികൾക്ക് നിന്റെ നീതിയും ദീർഘമാക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന, കർത്താവെ നീ എന്നെ ഒന്ന് അറിയണമേ, കർത്താവെ നീ എന്നെ ഒന്ന് കാണണമേ, കർത്താവെ നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകളാണ് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പറയുന്നത്. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, നിന്നെ അറിയുന്നവർക്ക്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽകാലം പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മളെ ആഗ്രഹിക്കുന്ന, നാം എത്രത്തോളം നമ്മുടെ കർത്താവിനെ അറിയുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ചില ഹല്ലേലൂയ മാന്യതകൾക്ക് വേണ്ടിയാണോ? ചില ഹല്ലേലൂയ സ്തോത്രം വേദികൾക്ക് വേണ്ടി മാത്രമാണോ? അതോ ചില ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ചില ഹല്ലേലൂയ സ്തോത്രം എന്താണ് പേരും പുകഴ്ചയും ഉണ്ടാകുവാൻ വേണ്ടി മാത്രമാണോ? എന്താണ് നമ്മുടെ ഈ ആത്മീക ജീവിതം കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം അർത്ഥമാക്കുന്നത്? നമ്മൾ നമ്മുടെ കർത്താവിനെ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട്? നമ്മുടെ കർത്താവിന്റെ സ്വഭാവം നമ്മൾ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട്? നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയയും ഹൃദയ പരമാർത്ഥികൾക്ക് നിന്റെ നീതിയും ദീർഘമാക്കണമേ. അപ്പോൾ ദൈവത്തെ അറിയുന്നവർക്കൊരു ദയയുണ്ട്. ദൈവത്തെ അറിയുന്നവർ ഒരു ഹൃദയ പരമാർത്ഥികളാണെന്നും അവരോടുള്ള ദൈവത്തിന്റെ നീതി ദീർഘമാണെന്നും ഹല്ലേലൂയ രുചിച്ചറിഞ്ഞ ദാവീദ് പറയുകയാണ്. ഹല്ലേലൂയ. കർത്താവെ നിന്നെ അറിയുന്നവർക്ക്, നിന്നെ അറിയുന്നവർക്ക് ഇന്ന് രാത്രിയുടെ യാമത്തിൽ ദൈവമക്കളെ നമുക്കൊന്ന് പറയാമോ? കർത്താവെ ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ നിന്നെ അറിയുന്നു, കർത്താവെ ഞാൻ നിന്നെ അറിയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എത്ര ഭാഗ്യകരമായ അവസ്ഥയാണെന്നറിയാമോ? ആ 36-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ 2 ഭാഗമായിട്ട് 3 ഭാഗമായിട്ടാണ് സങ്കീർത്തനക്കാരൻ അവിടെ രചിച്ചിരിക്കുന്നത്. ഒന്ന് ദുഷ്ടന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഒന്ന് ഹല്ലേലൂയ ദൈവത്തെ കുറിച്ച്, യഹോവയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, 3 ദൈവത്തെ അറിയുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ദൈവത്തെ നാം അറിഞ്ഞവർ, ദൈവത്തിന്റെ സ്വഭാവത്തെ അറിഞ്ഞവരെ കുറിച്ച് അവിടെ ഹല്ലേലൂയ സ്തോത്രം അറിയുന്നതിനെ കുറിച്ചും അതിനാലുള്ള അനുഗ്രഹവും എന്താണെന്ന് നല്ലതുപോലെ ദൈവത്തെ രുചിച്ചറിഞ്ഞ ഹല്ലേലൂയ സ്തോത്രം സങ്കീർത്തനക്കാരൻ അവിടെ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. 2 തിമോഥെയോസിന്റെ ലേഖനം ഹല്ലേലൂയ സ്തോത്രം 2-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ഹല്ലേലൂയ. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. സ്തോത്രം. അവർ അനീതിയില്ലാത്തവരാണെന്നും ഹല്ലേലൂയ സ്തോത്രം അവരുടെ മേൽ ഒരു മുദ്രയുണ്ടെന്നുമുള്ളത്, അനീതി ഇല്ലാത്തതാണ് അവരുടെ മുദ്ര എന്നും അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയ ദൈവജനമേ, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. അത് തന്നെയാണ് നാഹൂം പ്രവാചകന്റെ പുസ്തകത്തിലും 2-ാം അധ്യായം 7-ാം വചനത്തിൽ പറയുന്നു, കർത്താവ് തന്നെ ആശ്രയിക്കുന്നവരെ അറിയുന്നു. ഹല്ലേലൂയ. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു, തന്നെ ആശ്രയിക്കുന്നവരെ അറിയുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ 4-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയാണ്. ഹല്ലേലൂയ അതിന്റെ 8-ാം വചനത്തിൽ പറയുന്നു, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്തവർക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. ഹല്ലേലൂയ. ദൈവത്തെ അറിയാത്തപ്പോൾ ദൈവമല്ലാത്തതിന്റെ പുറകെ പോയി. ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം നമ്മളെയും അറിയുവാൻ തുടങ്ങി. എന്നാൽ ദൈവത്തെ അറിഞ്ഞ നമ്മൾ എത്രത്തോളം അവനെ അറിഞ്ഞ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നിരിക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം. 1-ാം ദിവസം പോലെ രക്ഷിക്കപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ് അന്ന് നിമിഷം പോലെ തന്നെയാണോ നമ്മൾ ഇന്നായിരിക്കുന്നത്? അതോ ഹല്ലേലൂയ ആഴത്തിലേക്ക് ഇറങ്ങി ദൈവത്തിന്റെ ദയയെ, ദൈവത്തിന്റെ നീതിയെ നമ്മൾ തിരിച്ചറിയുവാനും അതിൽ നമ്മുടെ വിശ്വാസത്തെ വളർത്തിയെടുക്കുവാനും നാം എത്രത്തോളം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കാത്തിരിക്കുന്നു, നമ്മൾ എത്രത്തോളം നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിച്ചിരിക്കുന്നു. ഈ രാത്രിയിൽ നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. അവിടെ ഹല്ലേലൂയ ചില കാര്യങ്ങൾ
10 കാര്യങ്ങൾ ദൈവത്തെ കുറിച്ച് അവിടെ ദാവീദ് പറയുകയാണ്. എന്റെ ദൈവം ആരാണ്, എന്റെ യഹോവ ആരാണ്, എന്നെ പുൽപ്പുറത്തിൽ വെച്ച് കണ്ട് എന്നെ വിളിച്ച് രാജാവാക്കിയ, എന്റെ മേലൊരു അഭിഷേകം പകർന്ന എന്റെ ദൈവം ആരാണെന്ന് ഒരു 10 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. 1 5-ാം വചനം തൊട്ട് നോക്കുമ്പോൾ 1 ദയ, നിങ്ങൾ പിന്നീട് പഠിച്ചാൽ മതി. ദയ. 2 വിശ്വസ്തത. നമ്മുടെ കർത്താവ് ദയയുള്ളവനാണ്, നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. പിന്നീട് 3-ാമത് നീതി. നമ്മുടെ കർത്താവ് നീതിയുള്ള ദൈവം. 4-ാമത് അവൻ ന്യായം വിധിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, തെറ്റിന് ശിക്ഷയും ഹല്ലേലൂയ നന്മയ്ക്ക് രക്ഷയും അനുഗ്രഹങ്ങളും പകരുന്ന നമ്മുടെ ദൈവം ന്യായവിധി അവന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നാം ഹല്ലേലൂയ സുവിശേഷ ഭാഗങ്ങളിൽ കൂടി നമുക്കറിയാം. ഹല്ലേലൂയ, പിതാവ് ന്യായം വിധിക്കുവാൻ പുത്രനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ന്യായവിധി കയ്യിലുള്ളവൻ. ഹല്ലേലൂയ, സ്തോത്രം. മാത്രമല്ല, അവൻ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നവൻ, ഒരു രക്ഷകനാണെന്ന് ഹല്ലേലൂയ, സ്തോത്രം, ദാവീദ് രാജാവ് നല്ലതുപോലെ മനസ്സിലാക്കി. മാത്രമല്ല, അടുത്തത് പറയുന്നത് ചിറകിൻ നിഴലിൽ ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ ശരണം പ്രാപിക്കുവാൻ പറ്റിയ ഒരു ചിറക്. ഹല്ലേലൂയ, സ്തോത്രം. ആലയത്തിലെ പുഷ്ടി കൊണ്ട് അവൻ തൃപ്തനാക്കുന്നു. ആനന്ദ നദി അവരെ കുടിപ്പിക്കുമാറാക്കുന്നു. ജീവന്റെ ഉറവ അവന്റെ പക്കലുണ്ട്. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾക്ക് പ്രകാശം കാണുന്നു. ഇങ്ങനെ 10 കൂട്ടം കാര്യങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ അവിടെ നോക്കുമ്പോൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നിന്നെ അറിയുന്നവർ, ഹല്ലേലൂയ, ദൈവത്തെ അറിയുന്നവരുടെ ഉള്ളത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള അറിവ് വരുമ്പോൾ ഈ 10 കൂട്ടം കാര്യങ്ങൾ അനുഗ്രഹമായി പ്രാപിക്കുകയാണ്. ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അവന്റെ നീതി നമ്മളെ വിട്ട് മാറുന്നില്ല എന്ന് നമ്മൾ അറിയുന്നു. ഹല്ലേലൂയ, അവൻ വിശ്വസ്തൻ. നമ്മുടെ അവിശ്വസ്തതയ്ക്ക് മുമ്പിൽ അവന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുന്നില്ല എന്ന് ദൈവവചനം പൗലോസ് അപ്പോസ്തലൻ കൂടി നമ്മളെ വിളിച്ചു പറയുമ്പോൾ ഇവിടെ 6-ാം വചനത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, മനുഷ്യരെയും മൃഗങ്ങളെയും അവന്റെ നീതിയാലും ദയയാലും ഹല്ലേലൂയ രക്ഷിക്കുന്നവൻ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നവൻ അതെങ്ങനെ കർത്താവേ? മൃഗങ്ങൾക്കൊരു രക്ഷയുണ്ടോ? നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ മനുഷ്യനാണ് രക്ഷ, ആത്മാവിന് രക്ഷ മനുഷ്യനാണ്, മൃഗങ്ങൾക്ക് അതില്ല എന്നുള്ളതാണ് സഭാപ്രസംഗിയിലൊക്കെയും നാം പഠിക്കുന്നത്. എന്നാൽ ഇവിടെ ദാവീദ് പറയുകയാണ്, അവൻ മൃഗങ്ങളെയും മനുഷ്യരെയും രക്ഷിക്കുന്നു. ഞാൻ ദൈവത്തോട് ഇങ്ങനെ ആരാഞ്ഞ് ഹല്ലേലൂയ ധ്യാനിച്ചപ്പോൾ ഹല്ലേലൂയ എനിക്ക് ഒരു ഭാഗം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നു. ഹല്ലേലൂയ, സ്തോത്രം. മർക്കോസ് എഴുതിയ ലേഖന സുവിശേഷം 11-ാം അധ്യായത്തിൽ അവിടെ നമുക്കറിയാം, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് ഒരു കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ടുവരുവാൻ പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ് അവിടെ. ഹല്ലേലൂയ, സ്തോത്രം, തന്റെ ക്രൂശീകരണത്തിന്റെ സമയമായപ്പോൾ ക്രൂശീകരണത്തിലേക്ക് പോകുന്നതിന് മുൻപേ ചില കാര്യങ്ങൾ ദ്രുതഗതിയിൽ ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്ത ഒരു കാര്യമാണ് ആലയത്തിന്റെ ശുദ്ധീകരണം. ഹല്ലേലൂയ, അപ്പോൾ തന്നെ കർത്താവ് ചെയ്ത ഒരു കാര്യമാണ് കഴുതക്കുട്ടിയെ ഹല്ലേലൂയ, സ്തോത്രം, അഴിച്ചെടുക്കുന്ന ഒരു അനുഭവം. ബന്ധനത്തിലായി കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുതക്കുട്ടി, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ യജമാനനും അവിടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞു വിടുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? ആ കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ടുവരിക. ആരെങ്കിലും ചോദിച്ചാൽ, അതിന്റെ യജമാനനോ ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണം? ഹല്ലേലൂയ, കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഈ കഴുതക്കുട്ടിയെ അഴിച്ചിട്ട് കർത്താവ് എന്താവശ്യമാണ് അവിടെ നിവർത്തീകരിക്കുവാൻ ശ്രമിക്കുന്നതെന്ന് ഹല്ലേലൂയ ദൈവത്തോട് ഹല്ലേലൂയ, സ്തോത്രം, ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് ഒരു ഭാഗം കാണിച്ചു തന്നു. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 13-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, നിങ്ങളുടെ കടിഞ്ഞൂലുകളൊക്കെയും ഹല്ലേലൂയ ആൺ തലമുറകളൊക്കെയും ദൈവത്തിനുള്ളതാണ്, യഹോവയ്ക്കുള്ളതാണ്. ഹല്ലേലൂയ, അതിനെ നിങ്ങൾ വീണ്ടുകൊള്ളണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് കഴുതയുടെ ഒരു പ്രമാണം അവിടെ കൊടുക്കുന്നുണ്ട്. കഴുതയെ ആട്ടുകുട്ടിയെ കൊണ്ട് വീണ്ടെടുക്കണം. ആട്ടുകുട്ടിയെ കൊടുത്ത് വീണ്ടെടുക്കുവാൻ ഇല്ല എങ്കിൽ ആ കഴുതയുടെ കഴുത്തൊടിച്ച് കൊന്നുകളയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയ്ക്ക് പ്രമാണം കൊടുത്തപ്പോൾ ഒരു കഴുതയെ പോലും വിടാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം പ്രമാണം കൊടുത്തു. ഒരു കഴുതയായിട്ട് യാഗത്തിന് കൊണ്ടുവരരുത്. ആ കഴുതയെ വീണ്ടെടുക്കണമെങ്കിൽ, കടിഞ്ഞൂൽ ആണാണെങ്കിൽ ഹല്ലേലൂയ അതിനെ വീണ്ടെടുക്കാൻ ഒരു ആട്ടുകുട്ടിയെ കൊണ്ടുവരണം.
അതിനെ വീണ്ടെടുക്കുവാൻ ആ യജമാനൻ ഒരു ആട്ടുകിടാവിനെ കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിന്റെ കഴുത്തൊടിച്ച് കൊന്നുകളയണം. ഞാൻ അല്പനിമിഷം ദൈവസന്നിധിയിൽ നിന്ന് ചിന്തിച്ചപ്പോൾ ഹല്ലേലൂയ, യജമാനന് ഈ കഴുതയെ കഴുത്തൊടിച്ച് കൊല്ലുവാൻ തക്കവണ്ണം മനസ്സില്ല. രണ്ടാമത് ഇതിനെ വീണ്ടെടുക്കുവാൻ ഒരു ആട്ടുകുട്ടിക്കുള്ള വകയുമില്ല. ഹല്ലേലൂയ, ഇത് രണ്ട് നിമിത്തം ആലയത്തിലേക്ക് കടന്നു ചെന്ന് ആരാധന കാണുവാൻ, ആരാധന കഴിക്കുവാൻ ഹല്ലേലൂയ യാതൊരു ഹല്ലേലൂയ സ്തോത്രം മുഖാന്തരവും വഴിയുമില്ലാതെ ഭവനത്തിനകത്ത് ഹല്ലേലൂയ സ്തോത്രം നിൽക്കുന്ന ഒരു മനുഷ്യൻ അപ്പോൾ തന്നെ എന്നെ എപ്പോൾ കഴുത്തൊടിച്ച് കൊല്ലും. ഹല്ലേലൂയ സ്തോത്രം ഇല്ല, എന്നെ വീണ്ടെടുക്കുവാൻ ഒരു ആട്ടുകുട്ടി എന്റെ യജമാനനെ എപ്പോൾ കിട്ടുമെന്ന് ഹല്ലേലൂയ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു കഴുതയുടെ ചിന്ത. ഹല്ലേലൂയ, ഇതിന്റെ നടുവിൽ ഇതിനെ കണ്ട കർത്താവ് കടന്നു വരികയാണ്. പ്രമാണം ഹല്ലേലൂയ നിവർത്തീകരിക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന് ഹല്ലേലൂയ കെട്ടപ്പെട്ട കഴുതയെ അഴിച്ചത് എന്തിനാണെന്നറിയാമോ? ആ കഴുത ജനിച്ചപ്പോൾ മുതൽ ഇവൻ യജമാനൻ ആലയത്തിലേക്ക് കടന്നു ചെന്നിട്ടില്ല. അവൻ ആരാധന കണ്ടിട്ടില്ല, ആരാധന കഴിച്ചിട്ടില്ല, അവൻ യാഗം കടത്തിയിട്ടില്ല, അവന് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ആരാധനയുടെ മുടക്കത്തിനാലെ കിടന്ന ഒരു ഭവനത്തിനകത്തേക്ക് ആ മൃഗത്തെ ഹല്ലേലൂയ സ്തോത്രം സ്വതന്ത്രമായി എടുത്ത് അതിന്റെ മേൽ കയറിയിരുന്നു കൊണ്ട് ഇതാ എങ്ങോട്ടാണെന്നറിയാമോ യാത്ര ചെയ്തത്? യെരൂശലേം ദേവാലയത്തിലേക്ക്, യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. അന്ന് ആ കഴുതയുടെ യജമാനൻ ഇതാ കഴുത ജനിച്ചതിൽ നിന്ന് ഇതുവരെ ആലയത്തിൽ പ്രവേശിക്കാത്തവൻ അവൻ ആലയത്തിലേക്ക് പ്രവേശിച്ചു. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം നിന്റെയും എന്റെയും ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് സ്വർഗം കാണുന്നു. ആ ആഗ്രഹം എന്തായിരിക്കണം? എന്റെ ദൈവത്തിന് യാഗം കഴിക്കണം. ജീസസ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽകാലം നാം വിചാരിക്കും കഴുതക്കുട്ടിയെ വിടുവിച്ച് അഴിച്ചെടുത്തത് കർത്താവിന് 4 പേരെ കാണിക്കാനാണെന്ന്. പ്രവചനമാ. പക്ഷേ ഹല്ലേലൂയ കഴുതക്കുട്ടിയുടെ പുറകിൽ തനിക്കാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രമാണമിൽ നടത്തുവാൻ കഴിയാത്തത് കൊണ്ട് ഹല്ലേലൂയ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി നിൽക്കുന്ന ഒരു യജമാനനെ സ്വർഗം കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. അവനെ വിടുവിച്ച് പുറത്തെടുക്കുവാൻ അവനെ ആലയത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടാണ് ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ക്രൂശിലേക്ക്, ഗൊൽഗോഥാവിലേക്ക് യാത്രയായത്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ നല്ലതുപോലെ അറിയുന്ന ദൈവത്തെ നമുക്കൊന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിടുതൽ, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ജയം. ഹല്ലേലൂയ അവിടെ പറയുകയാണ്, മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ രക്ഷ ഹല്ലേലൂയ എവിടെയാണോ തടസ്സപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ ആരാധന എവിടെയാണോ തടസ്സപ്പെട്ടിരിക്കുന്നത്, അത് നന്നായി അറിയുന്ന ദൈവം നമ്മളെ വിടുവിക്കുവാനായി ഹല്ലേലൂയ സന്നദ്ധനായി വരുമ്പോൾ ദൈവത്തിന്റെ കരങ്ങളിൽ അവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ദയയുള്ളവനാണ്, അവൻ നീതിയുള്ളവനാണ്, അവൻ വിശ്വസ്തനാണ്, അവൻ പ്രമാണങ്ങളെ നിവർത്തിക്കുവാൻ തക്കവണ്ണം വന്നവനാണ്. അതിന്റെ നടുവിൽ അവന്റെ സ്നേഹം ഒരു കഴുതക്കുട്ടിയെ അഴിച്ചുവിടുന്നതിലല്ല, അതിന്റെ യജമാനനെ വിടുവിക്കുവാൻ, ആലയത്തിലേക്ക് നടത്തുവാൻ. അഭിഷേകത്തിന്റെ കരം അവിടെ ചലിച്ചുകൊണ്ട് ദൈവം അവിടെ കർത്താവിടെ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ നമുക്ക് കാണുവാൻ സാധിക്കും. സ്തോത്രം. മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ സ്തോത്രം വിടുവിച്ച് രക്ഷിച്ച് പ്രമാണം നിവർത്തിക്കുന്ന ഒരു കർത്താവിനെ ദാവീദ് തിരിച്ചറിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. നമ്മള് ഹല്ലേലൂയ എപ്പോഴും പറയുന്നത് കഴുതക്കുട്ടിയെ അഴിച്ചു, ഹല്ലേലൂയ കർത്താവ് വാഹനമേറി, കർത്താവ് പോയി എന്നൊക്കെ പറയും. ശരിയാണ്, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം അതിനെക്കാട്ടി ഉപരിയായി കഴുതയുടെ യജമാനന്റെ ഹൃദയത്തിലുള്ള സന്തോഷം, അവൻ തുള്ളിച്ചാടിക്കൊണ്ട് ആലയത്തിലേക്ക് അനേക നാളുകൾക്ക് ശേഷം പ്രവേശിച്ച ആ ഒരു അനുഭവം ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ആരാധന ജീവിതം വർദ്ധിക്കട്ടെ. ഒരു തടസ്സവും ഇല്ലാതിരിക്കുമ്പോഴും ഹല്ലേലൂയ ഒന്ന് ആരാധിക്കുവാൻ പറ്റാതെ വണ്ണം ഹല്ലേലൂയ നാം ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തോട് ഇന്ന് പകൽക്കാലം സമർപ്പിച്ചിട്ട് പറ, കർത്താവേ, സാഹചര്യം ഉണ്ടായിട്ടും ഹല്ലേലൂയ സ്തോത്രം മുമ്പിൽ ഒരു തടസ്സവും ഇല്ലാഞ്ഞിട്ടും ഹല്ലേലൂയ പലപ്പോഴും ആരാധന
പ്രാർത്ഥന മാറ്റിവെച്ചിട്ട്, പ്രാർത്ഥനാന്തരീക്ഷം മാറ്റിവെച്ചിട്ട്, വചനധ്യാനം മാറ്റിവെച്ചിട്ട് ആലയത്തിലെ പുഷ്ടി അനുഭവിച്ച് തൃപ്തിയാകുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ സ്തോത്രം, എന്റെ വഴികളെ തടസ്സം ചെയ്യുന്ന ദുഷ്ടന്റെ കരത്തിലിരുന്ന് എന്നെ വിട്ടുവെച്ചിട്ട് എന്റെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് വർദ്ധിപ്പിക്കണമേ, എന്റെ ആരാധന ജീവിതം ഒന്ന് വർദ്ധിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആലയത്തിന്റെ പുഷ്ടി അവിടെ പറയുന്നു, ആലയത്തിലെ പുഷ്ടി കൊണ്ട് തൃപ്തരാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആലയത്തിലെ പുഷ്ടി, ആലയത്തിലെ ആരാധനയുടെ പുഷ്ടി, വിശുദ്ധ മന്ദിരമായി നമ്മൾ വർത്തിക്കുന്ന, പരിശുദ്ധാത്മാവ് വർത്തിക്കുന്ന ആലയമായ നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായിരിക്കുമ്പോൾ ആലയത്തിലെ പുഷ്ടി നാം അനുഭവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ നാം ഇന്ന് രാത്രി ഒന്നുകൂടെ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മളെ തൃപ്തി വരുത്തുന്നവരാണ് നമ്മുടെ കർത്താവ്. അത് നാം തിരിച്ചറിയണം, അത് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ സ്തോത്രം. 2 വർഷങ്ങൾക്ക് മുൻപ് ഹല്ലേലൂയ പെട്ടെന്ന് എനിക്ക് ഇതുപോലെ ഒരു പനി വന്നു. ജീസസ്, പനി വന്ന് പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ ചെന്നപ്പോ പൊട്ടാഷ്യം കുറഞ്ഞു. സ്തോത്രം, പൊട്ടാഷ്യം കുറഞ്ഞതാണ്. പൊട്ടാഷ്യം കയറ്റി എല്ലാം കഴിഞ്ഞു, ഡിസ്ചാർജ് ആയി വീട്ടിൽ വരുമ്പോൾ ഹല്ലേലൂയ ഡോക്ടർ എനിക്ക് ചില അഡ്വൈസ്. സ്തോത്രം, ജീവിതത്തിൽ മരണം വരെ ഒരു നേരത്തെ ആഹാരം സ്കിപ്പ് ചെയ്യരുത്, കറക്റ്റ് ആഹാരം എടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ പൊട്ടാഷ്യം വീണ്ടും കുറയും, വീണ്ടും ഇതുപോലെയുള്ള അവസ്ഥയിലേക്ക് പോകും. പക്ഷെ ഞാൻ അതിനു മുൻപേ തൊട്ടേ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഒരു 40 ദിവസം ഫാസ്റ്റിംഗ് എടുക്കണം, ഉപവസിക്കണം. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല, ഉപവസിക്കണം. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, പ്രിയ ദൈവജനമേ, ഈ വിഷയം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്റെ തോന്നലായിരിക്കാം. ഇനിയിപ്പോ ഒരു നേരം പോലും സ്കിപ്പ് ചെയ്യരുതെന്ന് പറയുമ്പോ ഞാൻ ഒരു നേരം പോലും ഉപവസിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഭവനത്തിനകത്ത് ഇതിങ്ങനെ എന്റെ തോന്നലായിരിക്കാം 40 ദിവസം എല്ലാരും ഒക്കെ എടുക്കുന്നതിന്റെ ഒരു ആഗ്രഹം കൊണ്ട് എന്റെ മനസ്സിൽ തോന്നിയതായിരിക്കും. പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ചില ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 1 മാസം പോലും കഴിയുന്നതിന് മുമ്പേ എന്റെ ജീവിതത്തിൽ ചില വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിച്ച പെട്ടെന്ന് എന്റെ വീട്ടിനകത്ത് തീ കത്തി. എന്നിൽ നിന്നുണ്ടായ മിസ്റ്റേക്ക് തന്നെയാണ് എങ്കിലും ആ തീ കത്തിയത് നിമിത്തം വൻ നാശങ്ങൾ ഉണ്ടാകാമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് അതിൽ നിന്ന് വിടുവിച്ചു. ആ ഒരു അനുഭവത്തിൽ എന്റെ ഹൃദയത്തിൽ വന്നത് ഈ ഫാസ്റ്റിംഗ് എടുക്കണം, ഉപവസിക്കണം. കർത്താവ് പറയുന്നത് ഞാൻ അനുസരിക്കാതെ നടക്കുകയാണ്, നിന്റെ ശരീരത്തെ നോക്കി നീ അനുസരിക്കാതെ നടക്കുക. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഉപവസിക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. ആ 40 ദിവസം പൂർണ്ണമായ ഉപവാസം അത് തീരുന്നതിന് മുൻപെയാണ് ദൈവം എന്നെ ഈ വചന ശുശ്രൂഷയിലേക്ക് ദൈവം നടത്തുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അത് കഴിഞ്ഞു 2 വർഷം കഴിഞ്ഞ വർഷം ഇതുപോലെ ചില മാനസികമായ ചില പ്രശ്നങ്ങളുടെ നടുവിൽ ബ്ലഡ് പ്രഷർ പെട്ടെന്ന് കയറി. അത് കയറി വന്നപ്പോൾ പെട്ടെന്ന് എന്നെ ദൈവാത്മാ എല്ലാരും പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു മരണം വരെ BP-യുടെ ടാബ്ലറ്റ് എടുക്കണം, ഇല്ലെങ്കിൽ സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ അന്നത്തെ ആ ഒരു അവസ്ഥ ആലോചിച്ചിട്ട്, കർത്താവെ അന്നിങ്ങനെ ഡോക്ടർ അഡ്വൈസ് ചെയ്തു, ദൈവം എന്നെ അതിൽ നിന്ന് വിടുവിച്ചു. ഞാൻ 21 ദിവസം ഫാസ്റ്റിംഗ് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഫാസ്റ്റിംഗ് ക്രമീകരിച്ച് ഫാസ്റ്റിംഗ് എടുത്തു, ദൈവസന്നിധിയിലിരുന്ന് ഉപവസിക്കാൻ. ഈ 1 വർഷം എന്റെ ശരീരത്തിൽ യാതൊരു വിധത്തിലും ഒരു അസ്വസ്ഥതയും ഇല്ലായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ ഈ പനി വന്നിട്ട് പെട്ടെന്ന് എന്റെ ഒരു 10 കിലോ ഞാൻ കുറഞ്ഞു. 10 കിലോ പെട്ടെന്ന് ഒരു 3 മാസത്തിൽ 10 കിലോ വെയിറ്റ് കുറഞ്ഞു. കണ്ടവരെല്ലാം പറഞ്ഞു പോയി ടെസ്റ്റ് ചെയ്യണം. എന്തായാലും പനിയോടുകൂടെ ടെസ്റ്റ് ചെയ്തപ്പോ ഫാസ്റ്റിംഗിൽ 354 ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോള് 200-ന് മേളില്, ബ്ലഡ് പ്രഷർ അതിൻ്റെതായ രീതിയിൽ എല്ലാം കൂടെ ഒരുമിച്ച് കയറി എന്നെ അറ്റാക്ക് ചെയ്തു. പക്ഷെ അവിടെയും എന്റെ ഹൃദയം പറയുന്നത് എന്നെ 1 അല്ല 2 പ്രാവശ്യം വിടുവിച്ച ഒരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ 15 ദിവസത്തെ ടാബ്ലറ്റ് കഴിഞ്ഞിട്ട് ഈ 14-ാം തീയതി മുതൽ ഒരു 7 ദിവസം ഉപവസിക്കുവാനായിട്ട് എന്നെ ദൈവസന്നിധി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. കൂട്ടായ്മയിലുള്ളവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ നാം ജയിക്കുവാനുള്ളവരാണ്. നമ്മുടെ ദൈവത്തെ നാം അറിയണം. നമ്മളെ ഒതുക്കുവാൻ ശത്രു പല വിധത്തിലും
ഹല്ലേലൂയ തന്ത്രങ്ങൾ ഒരുക്കുമ്പോൾ ദൈവത്തെ നാം അറിഞ്ഞവരാണെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് ചെയ്യുന്ന ഹല്ലേലൂയ അത്ഭുതങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ അത് തുടരുക തന്നെ ചെയ്യും. അവന്റെ ദയ നിരന്തരമാണ്, അവന്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെത്തിലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ നശിപ്പിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ സ്തോത്രം. അവനെ അറിയുന്നവർക്ക് അവന്റെ ദയയും ഹൃദയ പരമാർത്ഥികൾക്ക് അവന്റെ നീതിയും ദീർഘമാക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് അവന്റെ പാദപീഠത്തിൽ നാം ഇരിക്കുവാൻ തയ്യാറായാൽ നമ്മളെ ഹല്ലേലൂയ വിടുവിച്ച് രക്ഷിക്കുന്നവനാകിയ ഒരു ദൈവം, ആലയത്തിലെ പുഷ്ടി കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നവനാകിയ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. എന്താ ആലയത്തിലെ പുഷ്ടി? ആരാധനയിങ്കൽ കിട്ടുന്ന പുഷ്ടി. ഹല്ലേലൂയ അവിടെ പറയുന്ന ഒരു ആനന്ദ നദി ഹല്ലേലൂയ സ്തോത്രം അവരെ കുടിപ്പിക്കുന്നു. നാം ആരാധനയ്ക്കായി പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധി നമ്മുടെ കർത്താവിനെ അറിയേണ്ട പോലെ അറിഞ്ഞുകൊണ്ട് അവന്റെ പാദത്തിൽ ഒന്ന് താണിരിക്കുവാണെങ്കിൽ ഹല്ലേലൂയ എസ്കേൽ പ്രവാചകൻ കണ്ടതുപോലെ ഹല്ലേലൂയ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു ആത്മപ്രവാഹത്തിനകത്തേക്ക് ആനന്ദ നദിക്കുള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് നമ്മളെ ചില ദർശനങ്ങളിലേക്ക് നടത്തുന്ന ദൈവം. ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഒരു താഴ്ച വന്നത് ഹല്ലേലൂയ അടുത്ത തലത്തിലേക്ക് സ്വർഗം നടത്തുവാൻ. പ്രിയ ദൈവജനമേ, അത് എന്നോട് മാത്രമല്ല എന്നെ കേൾക്കുന്ന എല്ലാവരോടും ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത് നമ്മളെ നശിപ്പിക്കുവാനോ നമ്മളെ മുടിച്ചു കളയുവാനോ അല്ല. അതുകൊണ്ടാണ് യോബ് പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്റെ കർത്താവ് എന്റെ മുഖം ആദരിക്കും. ഹല്ലേലൂയ യോബിന്റെ പുസ്തകം 23-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്നേഹിതന്മാർ വളരെയധികം കുറ്റപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ അതിന്റെ 22-ാം അധ്യായത്തിലൊക്കെ 5-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ ഹല്ലേലൂയ യോബിനെ കുറിച്ച് പറയുന്ന നിന്ന വാക്കുകൾ നാം കേൾക്കുമ്പോൾ യോബ് എങ്ങനെ സഹിച്ചു എന്ന് നമുക്കറിയില്ല. എന്നാൽ ഇതെല്ലാം കേട്ട യോബ് 23-ാം അധ്യായത്തിൽ പറയുകയാണ്, ഇന്നും എന്റെ സങ്കടം കൊടിയതാകും. എല്ലാം കേട്ട് സങ്കടം കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. 3-ാം വചനത്തിൽ പറയുന്നു, അവനെ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു, അവന്റെ ന്യായാസനത്തിങ്കൽ ഞാനൊന്ന് ചെല്ലുമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവൻ ഹല്ലേലൂയ സ്നേഹിതന്മാർ പറയുന്ന വാക്കുകൾ നിമിത്തം സങ്കടം ഹല്ലേലൂയ പൊങ്ങി വരുന്നെങ്കിലും അവൻ തിരയുന്നത്, അവന്റെ കണ്ണുകൾ തിരയുന്നത് സ്വർഗസ്ഥനായ ദൈവത്തെയാണ്. ഹല്ലേലൂയ അവന്റെ ന്യായാസനം എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ ഒന്ന് ചെല്ലുമായിരുന്നു. എന്നിട്ട് പറയാണ്, ഞാൻ അവന്റെ മുമ്പിൽ എന്റെ ന്യായം വിവരിക്കുമായിരുന്നു, ന്യായവാദം കോരിച്ചൊരിയുമായിരുന്നു, അവന്റെ ഉത്തരം ഒന്ന് എനിക്ക് അറിയാമായിരുന്നു. ഈ സ്നേഹിതർ പറയുന്നത് തന്നെയാണോ എന്റെ കർത്താവ് എന്നെ കുറിച്ച് പറയുന്നത്? ഹല്ലേലൂയ എന്നെനിക്കൊന്ന് അറിയാമായിരുന്നു, അവൻ എന്ത് പറയുമെന്ന് ഗ്രഹിക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവൻ ബലാധിക്യത്തോടെ എന്നോട് വ്യവഹരിക്കുമോ? ഇല്ല, അവൻ എന്നെ ആദരിക്കുകയുള്ളൂ. ഇന്ന് പകൽകാലം ദൈവമേ, പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ സ്തോത്രം, യോബ് പറയുകയാണ്, അവൻ എന്നെ ബലാധിക്യത്തോടെ എന്നോട് വ്യവഹരിക്കയില്ല, എന്റെ കർത്താവിന്റെ മുഖത്തെ ആദരിക്കുന്നവനാണ്. മനുഷ്യർ നമ്മളെ ആദരിക്കാതെ പോകുമ്പോൾ നമ്മളെ ആദരിക്കുന്നവനാകിയ ഒരു ദൈവം, ഹല്ലേലൂയ അവനാണ് നമ്മളെ പുഷ്ടി കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന ദൈവം. ഹല്ലേലൂയ അവന്റെ ചിറകിൻ കീഴിൽ നമുക്ക് ശരണമുണ്ട്. മലാക്കി പ്രവചനത്തിൽ പറയുന്നു, അവന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയുണ്ട്. ഹല്ലേലൂയ ഇന്ന് പകൽകാലം ഈ രാത്രിയുടെ യാമത്തിൽ നാം നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ അറിയേണ്ട പോലെ അറിഞ്ഞു കഴിയുമ്പോൾ ഹല്ലേലൂയ യോബിനെ പോലെ ഒരു ഹല്ലേലൂയ അടുത്ത തലത്തിലേക്ക് ഒരു ഉയർപ്പ്, ഒരു ഉദ്ധാരണം നമ്മുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. അവിടെ യോബ് പറയുകയാണ്, അവൻ എന്നെ മുഖത്തെ ആദരിക്കുന്നവനാണ്, അവൻ എന്നെ ആദരിക്കുന്ന ദൈവമാണ്, അവൻ എന്നെ വീണ്ടെടുപ്പുകാരൻ എന്ന് മറ്റ് 89-ാം അധ്യായത്തിലൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അവനെ ഞാൻ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ ആദരിക്കാത്ത കുറച്ച് മനുഷ്യർ നിന്ന വാക്കുകൾ ഉദ്ധരിക്കുമ്പോൾ ഇന്ന് രാത്രിയുടെ യാമത്തിൽ വിളിച്ചു പറയട്ടെ, യോബിനെ ആദരിക്കുമെന്ന് യോബിന് തന്റെ ദൈവത്തെ കുറിച്ചുള്ള അറിവ് ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ അങ്ങനെ ഒരു അറിവുണ്ടെങ്കിൽ നിന്നയുടെ മുമ്പിൽ, അവമാനത്തിന്റെ മുമ്പിൽ, ഹല്ലേലൂയ പരിഹാസത്തിന്റെ മുൻപിൽ, ഒറ്റപ്പെടലിന്റെ മുൻപിൽ തളർന്നു പോകരുതേ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നീ തകർന്നു പോകരുതേ.
ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, നീ തകർന്നു പോകരുതേ, നീ തളർന്നു പോകരുതേ. നിന്നെ നോക്കി പറയുന്ന അപവാദങ്ങൾ, നിന്നെ നോക്കി പറയുന്ന ഹല്ലേലൂയ സ്തോത്രം, നിന്ന വാക്കുകൾ, അത് ദൈവത്തിന്റെ മുൻപിൽ ഒരു ആദരവാണെന്ന് നീ അറിഞ്ഞുകൊള്ളണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന വിളിച്ചു പറയുകയാ. അന്താരിക ജനഹസ്ത പ്രൗഢമാ ഹല്ലേലൂയ, എന്റെ കർത്താവിനെ ആദരിക്കുന്ന ദൈവമാ ജീസസ്. ഹല്ലേലൂയ. മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം, അവിടെ രണ്ടാമതായിട്ട് പറയുന്നു, ന്യായാധിപന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവിടെ നേരുള്ളവൻ അവനോട് വാദിക്കുമായിരുന്നു, ഞാൻ സദാകാലത്തേക്കും എന്റെ ന്യായാധിപന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. എന്റെ കർത്താവിന്റെ കയ്യിൽ ഒരു രക്ഷ. ഹല്ലേലൂയ. ആ രക്ഷ തിരിച്ചറിഞ്ഞ അയ്യോ പറയുകയാണ്, ഹല്ലേലൂയ, ഈ സ്നേഹിതരുടെ കയ്യിൽ നിന്നും അവരുടെ വായിൽ നിന്നും അവരുടെ വാക്കിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലും എന്റെ കർത്താവിന്റെ കയ്യിൽ നല്ലൊരു ന്യായാധിപൻ എനിക്കുണ്ട്. അവന്റെ കയ്യിൽ ഞാൻ രക്ഷപ്പെടും, അവന്റെ കയ്യിൽ എനിക്ക് രക്ഷയുണ്ട്. ഈ ലോകത്തിൽ നമ്മളെ രക്ഷപ്പെടുവാൻ വിടുകയില്ല. ഈ ലോകത്തിൽ ലോകക്കാർ നമ്മളെ തകർത്തു കളയുവാൻ നോക്കുന്നവരാ, നമ്മളെ ഹല്ലേലൂയ ഒതുക്കിക്കളയുവാൻ നോക്കുന്നവരാ. ജീസസ് ശിംശോനെ ഒതുക്കിക്കളഞ്ഞതുപോലെ ഹല്ലേലൂയ സ്തോത്രം, ഒതുക്കി തീർക്കുവാൻ അവന്റെ മഹാശക്തി എവിടെയുണ്ടെന്ന് ഹല്ലേലൂയ ആരാഞ്ഞിട്ട് ഒതുക്കിക്കളഞ്ഞതുപോലെ ഇന്ന് പകൽകാലം നമ്മുടെ ശക്തി എവിടെയെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഹല്ലേലൂയ നമ്മുടെ ആത്മീക ജീവിതത്തെ ഒതുക്കിക്കളയുവാൻ നോക്കുന്ന ദുഷ്ട പൈശാചിക മാനുഷിക മണ്ഡലത്തിന്റെ മേല് ഇന്ന് പകൽകാലം നീയും ഞാനും ജയമെടുക്കണമോ? നമ്മുടെ കർത്താവിനെ കുറിച്ച് നല്ലൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം. എന്റെ നല്ല ന്യായാധിപന്റെ കയ്യിൽ ഹല്ലേലൂയ. അവന്റെ ന്യായാസനത്തെ കുറിച്ച് ദാനിയേൽ അവിടെ ഹല്ലേലൂയ തന്റെ പുസ്തകത്തിൽ വളരെ നല്ല ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ജീസസ് ഹല്ലേലൂയ, 7-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ 8-ാമത്തെ വചനം 9-ാമത്തെ വചനം, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുത്തനിരുന്നു, അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസന അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആയിരുന്നു ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഈ ന്യായാസനത്തിന്റെ മുൻപിലാണ് പ്രിയ ദൈവജനമേ നാം ഒരു നാൾ നിൽക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ. ഈ ന്യായാസനത്തിൽ ഇരിക്കുന്ന ന്യായാധിപന്റെ കയ്യിൽ എനിക്ക് രക്ഷയുണ്ട്. 1000 പേർ, 10,000 പേർ ഈ അഗ്നി നദി ഒഴുകുന്ന ന്യായാസനത്തിന്റെ മുൻപിൽ ഹല്ലേലൂയ നാം നിൽക്കുവാൻ പോകുമ്പോൾ ഈ നദി നമ്മളെ മുക്കിക്കളയുന്നതല്ല, ഈ നദി നമ്മളെ ചാമ്പലാക്കി കളയുന്നതല്ല. ഹല്ലേലൂയ. അവന്റെ മുൻപിൽ അവനെ അറിഞ്ഞ് നാം ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തെ ജയത്തോടെ നടത്തുവാൻ നമ്മളെ സമർപ്പിക്കുകയാണെങ്കിൽ നാം ഒരു ദിവസം ആ ന്യായാസനത്തിന്റെ മുൻപിൽ ആ അഗ്നി നദിയുടെ ഹല്ലേലൂയ അഗ്നി നദിക്കകത്ത് കാൽ ചവിട്ടിക്കൊണ്ട് ആ ദൈവത്തിന്റെ കരത്തെ നാം ഹല്ലേലൂയ നിന്നും നാം രക്ഷ പ്രാപിക്കുന്ന ഒരു ദിവസം. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, നാം സാധാരണക്കാരല്ല കേട്ടോ. നമ്മുടെ ദൈവത്തെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ആരാണെന്നുള്ള ഒരു ചിന്ത നമുക്ക് വരികയുള്ളൂ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പറയുന്നത് നമ്മള് കൃമികളും പുഴുക്കളുമാണെന്നാണ്. ഇല്ല ദൈവജനമേ, അവന്റെ ന്യായാസനത്തിന്റെ ഹല്ലേലൂയ കൂടെ ഒഴുകുന്ന അഗ്നി നദിയിൽ നിന്ന് അവനെ ശുശ്രൂഷ ചെയ്യേണ്ടുന്നവരാണ് നാം. ഹല്ലേലൂയ. അതിനൊരു ഒരുക്കമാണ് ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അഗ്നിയുടെ ഒരു അഭിഷേകത്താൽ, ആത്മാവിന്റെ തൈലത്താൽ നമ്മളെ അഭിഷേകം ചെയ്തുകൊണ്ട് നമ്മളെ അവന്റെ ഹല്ലേലൂയ ന്യായാസനത്തിന്റെ മുൻപിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ തക്ക പ്രാപ്തരാക്കി മാറ്റുവാൻ നമ്മളെ ചില തീച്ചൂളയുടെ പാതയിൽ കൂടി കടന്നു വിടുമ്പോൾ നമ്മളെ വെന്തുപോകുവാനോ നമ്മളെ തകർത്ത് കളയുവാനോ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല എന്റെ ദൈവം എന്നുള്ള ഒരു നല്ല ഒരു അറിവ് നമ്മുടെ ഹൃദയത്തിൽ വേണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല അവിടെ അതിന്റെ 10-ാമത്തെ വചനത്തിൽ 23-ാം അധ്യായം യോബിന്റെ 23:10 പറയുന്നു, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. ഹല്ലേലൂയ. എന്നെ ആദരിക്കുന്ന ദൈവം, അവന്റെ കരങ്ങളിൽ എന്റെ രക്ഷയുണ്ട്. പക്ഷേ അവൻ എന്റെ വഴി അറിഞ്ഞിട്ടാണ് എന്നെ നടത്തുന്നത്. പ്രിയ ദൈവജനമേ, ഇവിടെ ദാവീദ് പറയുകയാണ്,
ഹല്ലേലൂയ സ്തോത്രം. അവന്റെ കരങ്ങളിൽ ആലയത്തിലെ പുഷ്ടി കൊണ്ട് അവൻ എന്നെ തൃപ്തനാക്കുന്നു. ഒരു ആനന്ദ നദിയിൽ അവൻ എന്നെ കുടിപ്പിക്കുന്നു. ജീവന്റെ ഉറവ അവന്റെ പക്കലുണ്ട്. അവനെ ഞാൻ ശരണം പ്രാപിക്കുവാൻ പറ്റിയ ഒരു നല്ല ചിറകന്റെ അപ്പനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. മാത്രമല്ല, നിന്റെ പ്രകാശത്തിൽ ഞാൻ പ്രകാശിക്കുന്നു. ഇന്ന് പകൽകാലം പ്രിയ ദൈവജനമേ, ഇരുട്ട് നമ്മളെ മൂടിക്കൊള്ളുവാൻ തക്കവണ്ണം ഈ ലോകത്തിന്റെ ജീവിതങ്ങൾ നമ്മളെ വലിച്ചിഴയ്ക്കുമ്പോൾ അതിനകത്ത് നമ്മളെ വിട്ടുകളയാതെ വണ്ണം അവന്റെ പ്രകാശത്തിൽ നമ്മളെ പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് 8:12 പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ജീവന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ പ്രകാശത്തിൽ പ്രകാശിച്ച് നടക്കുവാൻ തക്കവണ്ണം നമ്മളെ പ്രാപ്തരാക്കി തീർക്കുന്ന ദൈവത്തിന്റെ പ്രകാശം ഇന്ന് പകൽകാലം നാം ഒന്ന് ഉണരാം. ഇന്ന് പകൽകാലം നാം നമ്മളെ തന്നെ ഒന്ന് ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, നിന്നെ ഒന്ന് അറിഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, യഹോവയെ അറിവാൻ നിങ്ങൾ ഉത്സാഹിക്കാം. യഹോവയെ അറിവാൻ നിങ്ങൾ ഉത്സാഹിക്കാം. നമുക്കൊരു ഉത്സാഹം, യഹോവയെ അറിവാൻ ഒരു ഉത്സാഹം നമുക്ക് വേണം. ആ ഉത്സാഹത്തിനകത്താണ് സ്വർഗം നമ്മളെ എടുത്ത് പ്രയോജനപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, അവന്റെ സ്നേഹത്താൽ നമ്മളെ മൂടിക്കൊള്ളുന്നത്. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് അവിടെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. അവിടെ 8-ാം വചനത്തിൽ എഫ്രൈമിനോടും യഹൂദയോടൊക്കെ സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നത്? എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഹല്ലേലൂയ. മുമ്പിലത്തെ അധ്യായങ്ങളിലൊക്കെയും എഫ്രൈമും യഹൂദയും ചെയ്ത കുറവുകളും പാപങ്ങളും ഒക്കെ എടുത്തു പറയുന്നുണ്ട് ഹോശേയ പ്രവാചകൻ. എന്നാൽ അവിടെ ചോദിക്കുകയാണ് കർത്താവ്, എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേലേ, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെ നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. വിട്ടുകൊടുക്കേണ്ട സ്ഥാനം, ഹല്ലേലൂയ, ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ള രീതിയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ അവിടെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാതെ, നമ്മളെ വിട്ടുകൊടുക്കാതെ കർത്താവ് ചോദിക്കുകയാണ്, നിന്നെ ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കുന്നേ? ശത്രുവിന്റെ കയ്യിൽ ഞാൻ എങ്ങനെ ഏൽപ്പിക്കും? നിന്റെ പാപപ്രവൃത്തി കാരണം ഞാൻ നിന്നെ വിട്ടുകൊടുക്കേണ്ടതോ, ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതോ? എന്നാൽ എഫ്രൈമേ, എനിക്ക് നിന്നെ വിട്ടുകൊടുക്കുവാൻ പറ്റില്ല. അവിടെ പറയാണ്, ഞാൻ നിന്നെ എങ്ങനെ ആത്മയെ പോലാക്കും? ഞാൻ നിന്നെ എങ്ങനെ സെബോയീമിനെ പോലെ ആക്കി തീർക്കും? ഹല്ലേലൂയ. സൊദോം ഗൊമോറയുടെ അടുത്തുള്ള പട്ടണങ്ങളാണ് ഈ 2 പട്ടണങ്ങൾ. സൊദോം ഗൊമോറ കത്തി നശിച്ചപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നശിക്കപ്പെട്ട 2 ഹല്ലേലൂയ പട്ടണങ്ങളാണ് അദ്മയും സെബോയീമും. ഹല്ലേലൂയ. അതുപോലെ ഞാൻ നിന്നെ എങ്ങനെ ആക്കും? പ്രിയ ദൈവജനമേ, ഇന്നും നാം നിൽക്കുന്നത് അവന്റെ കരുണയൊന്ന് മാത്രം. അത് നാം തിരിച്ചറിയണം. അവന്റെ സ്നേഹം ഒന്ന് മാത്രം. നമ്മളിൽ ഒരു പുകഴ്ചയ്ക്കും കാര്യമുണ്ടായിട്ടല്ല, ഒരു നന്മയും ഉണ്ടായിട്ടല്ല, ഒരു ഹല്ലേലൂയ സ്തോത്രം നീതിയും ഉണ്ടായിട്ടല്ല. അവന്റെ രക്തത്താൽ പ്രാപിച്ചെടുത്ത നീതിയല്ലാതെ നമ്മുടെ കരങ്ങളിൽ ഒരു നീതിയുമില്ല. അഴുക്ക് നിറഞ്ഞ കരങ്ങളാണ് നമ്മുടെ കരങ്ങൾ, അഴുക്ക് നിറഞ്ഞ ഹൃദയങ്ങളാണ് നമ്മുടെ ഹൃദയങ്ങൾ. മനുഷ്യ ഹൃദയത്തിനകത്ത് അഴുക്കല്ലാതെ മറ്റൊന്നുമില്ല. എന്നാൽ നമ്മളെ വീണ്ടെടുക്കുന്നവനാകിയ നമ്മുടെ കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ അങ്ങനെ ആക്കി തീർക്കും? ഹല്ലേലൂയ. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ച് നാം അറിയണം. എന്നെ കുറിച്ച് എന്റെ കർത്താവ് മറിയാണ്. അവന്റെ ഹൃദയത്തിൽ എന്നെ കുറിച്ച് ഞാൻ നശിച്ചു പോകരുത്, ഞാൻ ആദായപ്പെടണം, ഞാൻ ഫലം കായ്ക്കണം, ഞാൻ പുഷ്ടിയുള്ളതായി തീരണം, ആനന്ദ നദി ഞാൻ കുടിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഫലപ്രദമായി തീരണം എന്ന് ആഗ്രഹിക്കുന്ന എന്റെ കർത്താവ് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും അവന്റെ ഹൃദയം മറിഞ്ഞുകൊള്ളുകയാണ്. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, അയ്യോ, എന്റെ അയ്യോ ഭാവമൊക്കെയും എന്റെ അയ്യോ ഭാവം ജ്വലിക്കുന്നു. എനിക്ക് നിങ്ങളോട് അയ്യോ ഭാവം തോന്നുകയാണ്. എന്റെ ഉഗ്രകോപം ഞാൻ നടത്തുകയില്ല, ഞാൻ എഫ്രൈമിനെ വീണ്ടും നശിപ്പിക്കയില്ല. ഞാൻ മനുഷ്യനല്ല,
ദൈവമത്രേ. നിന്റെ നടുവിൽ പരിശുദ്ധൻ തന്നെ, ഞാൻ ക്രോധത്തോടെ വരികയുമില്ല. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് പറയുകയാ, ഞാൻ നശിപ്പിക്കയില്ല. ഞാൻ മനുഷ്യനല്ല, ദൈവമത്രേ. മനുഷ്യൻ നമ്മളെ നശിപ്പിക്കുവാൻ നോക്കുമ്പോൾ, പിശാച് മനുഷ്യരെ അതിനെ ആയുധമാക്കിയെടുത്ത് പ്രയോജനപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് പറയുകയാണ്, ഞാൻ മനുഷ്യനല്ല, ദൈവമത്രേ. ഹല്ലേലൂയ, ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകും. നമ്മുടെ വിശുദ്ധ ജീവിതം ദൈവസന്നിധിയിൽ കളങ്കമില്ലാതെ പോകും. നിഷ്കളങ്കരും വിശുദ്ധിയുള്ളവരും കുറ്റമില്ലാത്തവരുമായി പിതാവിന്റെ മുൻപിൽ നമ്മളെ നിർത്തേണ്ടതിന് അവന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തെങ്കിൽ, ഇന്ന് രാത്രിയിൽ സ്വർഗസ്ഥനായ ദൈവം വീണ്ടും പറയുക, ഞാൻ മനുഷ്യനല്ല, ദൈവമത്രേ. ഞാൻ മനുഷ്യനല്ല, ദൈവമത്രേ. മനുഷ്യന്റെ വാക്കുകൾ കൊണ്ടോ മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടോ നീ ഇന്ന് വേദനിക്കുന്നുണ്ടെങ്കിൽ, നീ ഇന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ നിനക്കുണ്ട്. ഞാൻ മനുഷ്യനല്ല, ദൈവമത്രേ. ഞാൻ മനുഷ്യനല്ല, ദൈവമത്രേ. ആ ഒരു തിരിച്ചറിവ്, ആ ദൈവത്തെ കുറിച്ചുള്ള ഒരു അറിവ് സ്തോത്രം ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാമോ? കർത്താവിനോട് പറയാം, കർത്താവേ, നിന്നെ കൂടുതലായി അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവ്. സ്തോത്രം. നിന്റെ സന്നിധിയിൽ ഒരു ഹൃദയ പരമാർത്ഥതയോടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, എന്നോട് മനസ്സലിയണമേ. അഗ്നിയെ പോലെ, സെബായോമിനെ പോലെ, ഹല്ലേലൂയ, എഫ്രൈമിനെ വിട്ടുകൊടുക്കാതെ, എഫ്രൈമിനെ നശിപ്പിച്ചു കളയാതെ, ഇസ്രായേലിനെ വിട്ടുകൊടുക്കാതെ ഇരിക്കുവാൻ അയ്യോ പാപം കാണിക്കുന്ന ഒരു ദൈവം. ശാന്തരേതന കുറിച്ച് പറയുന്നത്, അവൻ എന്റെ ആദ്യ ജാതൻ. തന്റെ ആദ്യ ജാതനെ കുറിച്ചുള്ള ഒരു എരിവ് ആ പിതാവാം ദൈവത്തിന്റെ അകത്തളത്തിൽ ഹല്ലേലൂയ മറിഞ്ഞുകൊള്ളുമ്പോൾ, ഹല്ലേലൂയ, ഒന്ന് ഓർക്കണമേ, നമ്മൾ അതിലും ശ്രേഷ്ഠമായവരല്ലേ. അവന്റെ രക്തം കൊടുത്ത് ഹല്ലേലൂയ തന്ന് നമ്മളെ വീണ്ടെടുത്തതല്ലേ. അവന് വേണ്ടി നമ്മളെ വിലയ്ക്ക് വാങ്ങിയതല്ലേ. ആ ദൈവത്തെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അവന് വേണ്ടി ഹൃദയ പരമാർത്ഥതയോടെ ജീവിക്കുവാൻ നാം തയ്യാറായാൽ, അവന്റെ അനുഗ്രഹങ്ങളാൽ, അവന്റെ നന്മയാൽ, അവന്റെ പുഷ്ടിയാൽ നമ്മളെ തൃപ്തരാക്കുന്ന ദൈവം, ആനന്ദ നദിയിൽ ഹല്ലേലൂയ നമ്മളെ കുടിപ്പിക്കുന്ന ദൈവം. പ്രവാചകൻ അവിടെ പറയുന്നു, നീന്തിക്കല്ലാതെ കടപ്പാൻ വഹിയാത്ത പ്രവാഹത്തിൽ നിന്ന് ഞാൻ തിരിച്ച് നദിക്കക്കരെ എത്തിയപ്പോൾ, നദിയുടെ അക്കരെയും ഇക്കരെയും വൃക്ഷങ്ങൾ ഞാൻ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പകൽകാലം ആനന്ദ നദിക്കുള്ളിൽ ഒന്ന് ഹല്ലേലൂയ കടന്നു ചെന്ന് നമ്മുടെ കർത്താവിനെ ഒന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ആത്മക്കണ്ണുകൾ പ്രകാശിച്ചുകൊണ്ട് ചില ദർശനങ്ങൾ നാം കാണുവാൻ തുടങ്ങുന്നത്. അതുവരെ അവൻ കാണാത്ത ചില വൃക്ഷങ്ങൾ, അതുവരെ അവൻ കാണാത്ത ചില കാഴ്ചകൾ, അതുവരെ അവൻ അനുഭവിക്കാത്ത ചില നന്മകൾ, ദർശനങ്ങൾ മാറട്ടെ, കാഴ്ചപ്പാടുകൾ വർദ്ധിക്കട്ടെ. ദൈവത്തെ നല്ലതുപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആനന്ദ നദിയിലൂടെ കടന്ന് ചില ദർശനങ്ങൾക്കും ചില അനുഗ്രഹങ്ങൾക്കും ഹല്ലേലൂയ പ്രാപ്തരായി സ്വർഗം തീർക്കുവാൻ ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, നിന്നെ എനിക്കറിയണപ്പാ. ഞാൻ അറിഞ്ഞത് കുറച്ചേ ഉള്ളു കർത്താവേ. ഞാൻ അറിഞ്ഞ കുറച്ചറിവിൽ വെച്ച് പലപ്പോഴും എന്റെ വിശ്വാസത്തിൽ ഞാൻ പതറിപ്പോയിട്ടുണ്ട്, ഞാൻ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. എന്റെ ദൈവം വിടുവിക്കയില്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട് കർത്താവേ. ഈ കഷ്ടത്തിൽ നിന്ന് തന്നെ ആര് പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ പലപ്പോഴും നിലവിളിച്ചിട്ടുണ്ട് കർത്താവേ. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ഞാൻ പുലമ്പിയിട്ടുണ്ട് കർത്താവേ. എന്നാൽ ഇന്ന് രാത്രി ഇല്ല, എന്റെ ദൈവം മനുഷ്യനല്ല, എന്റെ ദൈവം ദൈവമാണ്. അവൻ ഹല്ലേലൂയ സ്നേഹത്തിന്റെ ഉറവിടമാണ്. അവനിൽ സകല നന്മകളും അനുഗ്രഹങ്ങളുമുണ്ട്. അവൻ എന്നെ ശത്രുവിന് വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ശത്രു വിഴുങ്ങുവാൻ വന്നാലും അതിന്റെ വായടച്ചുകൊണ്ട് എന്നെ ശ്രേഷ്ഠകരമായി നിർത്തുന്ന ഒരു ദൈവം. അവന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ ഒരിക്കൽ ശുശ്രൂഷ ചെയ്യുവാനായി എന്നെ അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവം. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഹല്ലേലൂയ അത് പറയുമ്പോൾ എന്റെ ഉള്ളം ഹല്ലേലൂയ സ്തോത്രം സന്തോഷത്താൽ നിറയുകയാ. ഈ ലോകം നമുക്ക് യോഗ്യമല്ല, ഈ ലോകത്തിനുള്ളത് നമുക്ക് യോഗ്യമല്ല. എന്നാൽ നമ്മളെ യോഗ്യതപ്പെടുത്തിക്കൊണ്ട് യോഗ്യനായ കർത്താവിന്റെ മുമ്പിൽ നിർത്തുന്നതായ ഒരു ശ്രേഷ്ഠ ദിനം നമുക്കുണ്ട്. ആ ദിനത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാൻ പ്രിയമുള്ളവരെ. അതിനായി
കർത്താവിനെ അറിയാൻ നമുക്ക് ഉത്സാഹിക്കാം. അവൻ നമ്മളെ അറിയുന്നു. പക്ഷെ നമ്മൾ എത്രത്തോളം നമ്മുടെ കർത്താവിനെ അറിഞ്ഞിരിക്കുന്നു? ഈ രാത്രി നമുക്കൊന്ന് ധ്യാനിക്കാം, ഈ രാത്രി നമുക്കൊന്ന് ചിന്തിക്കാം, ഈ രാത്രിയിൽ കർത്താവിനോട് പറയാം, എനിക്ക് എന്റെ അപ്പനെ നല്ലപോലെ ഒന്ന് അറിയണം, എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കണം, എന്റെ വിശുദ്ധ ജീവിതം ഇന്നും ധന്യമാകണം, എന്റെ ദൈവത്തിൽ നിന്ന് ചിലത് എനിക്ക് പ്രാപിക്കണം. ഹല്ലേലൂയ. ആ ശക്തി ധരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജയകരമായി മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാമോ? ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാമോ? കർത്താവേ, എന്നെ ഇതാ താഴ്ത്തി സമർപ്പിക്കുന്നു.